വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. കാരണം ഞങ്ങളൊരു വീട് വാങ്ങിച്ചു ഇവിടെ. ഇന്നലെ വൈകിട്ടായിരുന്നു നമ്മൾ കയറി താമസിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് നമ്മുടെ വീട്ടിൽ. അപ്പം വീട്ടിലേക്ക് കുറേ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ പുറത്തു പോയി. കുറച്ച് നേരം മുന്നേ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ആ വീട് വാങ്ങിച്ച കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇട്ടപ്പോഴത്തേക്കും കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഒരു ഹോൾ വീഡിയോ ചെയ്യണം എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെയാണ് ബെസ്റ്റ് ഒരു അവസരം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി. കാരണം ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ച സാധനങ്ങളാണോ നിങ്ങൾ കാണിച്ചു തരുന്നത്? ഒരു പുതിയ വീട്ടിലോട്ട് താമസം തുടങ്ങുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ വാങ്ങിച്ചിരിക്കേണ്ടത്, അല്ലെങ്കിൽ വാങ്ങിക്കാനൊരു സജഷൻ പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയത് വാൾമാർട്ടിലും ഡോളറാമയിലും ഉണ്ട്. നമ്മൾ കോസ്കോയിൽ പോയില്ല, കാരണം നമുക്ക് വേണ്ട മിക്ക സാധനങ്ങളും വാൾമാർട്ടിൽ നിന്ന് തന്നെ കിട്ടി. ഡോളറാമയിലും ഉണ്ടായിരുന്നു കുറേ സാധനങ്ങൾ. അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ സമയം കളയുന്നില്ല, കാരണം ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിട്ടാണ് ഇതെല്ലാം തുറന്ന് ഞങ്ങൾക്ക് അടുക്കിപ്പറക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം നാളെ മൺഡേ ആണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വർക്കിംഗ് ആണ്. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും അടുക്കിപ്പറക്കാനുള്ളൊരു എനർജി കാണില്ല. പിന്നെ അത് ഈ അറേഞ്ചിങ്ങും ഓർഗനൈസിങ്ങും നീണ്ടു പോകും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സത്യം പറഞ്ഞ ഗൈസ്, എനിക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ ഇന്നലെ ആണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ പലതവണ നമ്മൾ നേരത്തെ നിന്നുകൊണ്ടിരുന്ന വീട്ടിൽ പോയി സാധനങ്ങൾ എടുത്തു കൊണ്ടുവരുന്നു, വെക്കുന്നു, വീണ്ടും പോയി എടുക്കുന്നു. അങ്ങനെ ഒരു 5 ട്രിപ്പ് പോയിട്ടാണ് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ പല കവേഴ്സിലും ബോക്സസിലും എല്ലാം ആയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. 2 സൈഡിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കവറുകളും ഇതും എല്ലാം കൂടി ഇങ്ങനെ ഭയങ്കര പൈൽഡപ്പായി മെസ്സി ആയിട്ട് കിടക്കുന്നതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ആവുകയാണ് എന്തുമായിരുന്നു ഏതാന്നൊക്കെ. അപ്പോൾ ഞാൻ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ആദ്യം കാണിച്ചു തരാം, കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. സോ ഐശ്വര്യമായിട്ട് നമ്മുടെ വെൽക്കം മാറ്റാണോ റഗ്ഗാണോ എന്താണ് ഇത് വെച്ചാണ് തുടങ്ങാം. കാരണം ഇത് ഹോം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ പുറത്തിടാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഈ മാറ്റ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ട് വേഗം തന്നെ ഫ്രീസറിൽ കൊണ്ട് വെക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഇനി ശരിയാവില്ല. അപ്പോൾ ഇത് മീനാണ് കേട്ടോ. ഇത് എന്ത് മീനാണെന്ന് ഞാൻ നോക്കിയില്ല. ഇത് നമ്മുടെ നാട്ടിലെ മത്തി പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. ഇത് വൈൽഡ് സ്കാഡെന്ന് എഴുതിയേക്കുന്നത്, ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മീനാണെങ്കിലും എനിക്ക് ഇത് മീനും ചോറും കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇത് ഇന്നോ നാളെയോ എടുത്ത് വറക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഫിഷ് ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചൺ ടവൽസ് ആണ് കേട്ടോ. ഇതൊരു സെറ്റ് ആയിട്ടുണ്ട്. ഇത് എത്രയാ 4 ടവൽസ് ഉണ്ട്. ബ്ലാക്ക് കളർ കണ്ടുകൊണ്ടാണ് ഞാനും കിരണം നോക്കിയത് ഇതിലോട്ട്. ഒരു വൈറ്റും ഉണ്ട്, ബാക്കി 4 ബ്ലാക്ക് ഡിസൈൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പം ഇത് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നി. മാക്സിമം സാധനങ്ങൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐറ്റംസ് തന്നെ വീട്ടിലേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതും അങ്ങനെ കണ്ട് വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പം ഇനി അടുത്തത് എന്തായാലും കൈ തട്ടിയ സ്ഥിതിക്ക് ഇത് തന്നെ കാണിച്ചു തരാം. ഇത് പ്ലേറ്റ്സ് ആണ് കേട്ടോ. ഒരു പ്ലേറ്റിന് $9 എന്തോ ആയിരുന്നു. ഇങ്ങനത്തെ ടൈപ്പ് പ്ലേറ്റ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങിക്കണം. ഇങ്ങനെ സൈഡിലിങ്ങനെ ഒരു കുഴി പോലെയൊക്കെ ഉള്ള പ്ലേറ്റില്ലേ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കാണുമ്പോൾ. ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല, എന്താ പറയുക, ഒരു എന്താ അതിന് പറയുന്നത് എനിക്കൊന്നും കിട്ടുന്നില്ല ഗൈസ്. ഫുൾ ബ്ലാങ്ക് ആയി പോവുക. എന്താണെങ്കിലും ഒരു സാധനങ്ങളൊന്നും ഇങ്ങനെ പുറത്തോട്ട് പോകാണ്ടിരിക്കാനുള്ള ഒരു തടയുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ തൽക്കാലം വേറെ വാക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു 6 നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരും, അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 6 എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോളും കപ്പും ഒക്കെ ഉള്ള സെറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കപ്പം അത്രയും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പ്ലേറ്റ്സ് ആയിരുന്നു അത്യാവശ്യമായിട്ട് തോന്നിയത്. അതുകൊണ്ട് ബ്ലാക്ക് ആയിരുന്നു വാങ്ങിയിരുന്നത്, പക്ഷെ ബ്ലാക്ക് ഇല്ലായിരുന്നു ഗൈസ്. ഇതും പിന്നെ ഒരു നേവി ബ്ലൂ കളറുമായിരുന്നു. അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളിത് വാങ്ങിച്ചു. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. കൂടുതൽ ഞാൻ കുറച്ച് നീക്കി വെക്കാം അല്ലേ, അല്ലെങ്കിൽ കൈ വീണ്ടും തട്ടിയാലോ. നല്ല വേദനയുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനത്തിന്. പൊട്ടാണ്ട് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്തായാലും പൊട്ടാണ്ട് എത്തി. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്ത് നമ്മുടെ സർഫസ് എല്ലാം ക്ലീൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ബിസൽ എന്നുള്ള ബ്രാൻഡിൻ്റെ അല്ല, ബിസലാണ്. അപ്പോൾ കിരണിന് കുറച്ച് നാളുകൊണ്ട് ഇത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ഈ ബ്രാൻഡിൻ്റെ അല്ല, വേറെ ബ്രാൻഡിൻ്റെ ഒക്കെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കിരണിന്ന് വാങ്ങിക്കണം എന്നൊരു തോന്നൽ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഷെൽഫ് ലൈനറാണ്. നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സിൽ വെക്കാനാണ് മെയിനായിട്ട് ഇത് വാങ്ങിച്ചത് കേട്ടോ. കിച്ചൺ ക്യാബിനറ്റ്സും പിന്നെ അല്ലാണ്ട് ഇവിടെ വേറെ ഷെൽഫ്സ് ഉണ്ട്, അപ്പോൾ അതിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഷെൽഫ് ലൈനറാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ ഓൾറെഡി ആഡ് ടു കാർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഇപ്പം ഇന്ന് വോൾമാർട്ടിൽ പോയപ്പം കണ്ടതുകൊണ്ട് ഞങ്ങൾ എടുത്തോട്ടെ. ഇത് വലുതിന് $14 ആണെന്ന് തോന്നുന്നു, ചെറുതിന് $10. ഇതേ സാധനം ഡോളറാമേ ചെന്നപ്പം $1 $2 $2 പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇത് എടുത്തു പോയല്ലോ, പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നും എടുത്തു. പക്ഷേ ഡോളറാമേന്ന് കളേർഡ് അല്ലെന്ന് തോന്നുന്നു എടുത്ത്, കളർ മറ്റേ ട്രാൻസ്പെറൻറ്റ് എടുത്തേക്കുന്നത്. പിന്നെ കിരണിന് ഗരാഷിലേക്ക് വേണം നീളമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം വലുതും കൂടെ എടുത്തു. പക്ഷേ ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ആണ് കേട്ടോ. ഡോളറാമേ ചെല്ലുമ്പം നല്ല ചീപ്പർ ഐറ്റംസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഡോളറാമേന്ന് തന്നെ വാങ്ങിച്ചാൽ മതിയായിരുന്നു, ഇവിടുന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം എനിവേ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിക്കുകയാണ് ഗൈസ്. എനിവേ അപ്പോൾ ഈ അടുത്തത് കിഡ്നി ബീൻസ് അല്ലേ, ഡാർക്ക് റെഡ് കിഡ്നി ബീൻസ് ആണ് എന്ന് എനിക്ക് ആയിക്കോടെ തലക്കൊക്കെ പ്രാന്ത് പിടിക്കും ഗൈസ്. അപ്പോൾ എന്താണെങ്കിലും ഇത് കിഡ്നി ബീൻസ് ആണ് നമുക്ക് കറി ഉണ്ടാക്കാൻ. പിന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം കേട്ടോ. ഇത് 1.7 kg ഉണ്ട് കേട്ടോ. കിരൺ വരുന്നുണ്ട് സൈഡിൽ കൂടെ സൈലൻ്റ് ആയിട്ട്. മുത്തേ എന്തായാലും വന്നതല്ലേ, ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാമോ? ഓക്കെ, അപ്പോൾ എന്തായാലും കിരൺ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഞാൻ പിന്നെ എണീറ്റ് പോകേണ്ടി വരും. അപ്പോൾ ചിക്കൻ വാങ്ങിച്ചു. നമ്മൾ എപ്പോഴും കോസ്കോന്നാണ് വാങ്ങിക്കാറുള്ളത്, കാരണം കോസ്കോരേ പോകാറുള്ളൂ. ഇന്ന് വോൾമാർട്ടിൽ പോയപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ശരിക്കും വോൾമാർട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് ഇന്ന് പോയപ്പോൾ മനസ്സിലായി. കോസ്കോയെക്കാട്ടിലും കൂടുതൽ കോസ്കോ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ കോസ്കോ ലാഭമാണ്. പക്ഷെ എന്നാലും വോൾമാർട്ടിലും കുറേ ഐറ്റംസും ഉണ്ട്. നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് വോൾമാർട്ടിൽ പോകണം കേസ്. ഓക്കെ, ഞങ്ങൾക്ക് കാശ് ഞാൻ പറയാലോ, നമുക്ക് സ്പോൺസറൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ട് ഇതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ. ഇത് ടൊമാറ്റോയും മല്ലിയില കിരൺ തന്നെ കൊണ്ട് വെച്ചോളാം എന്ന് പറഞ്ഞു. താങ്ക് യു മണി. കോസ്കോയിൽ വെജിറ്റബിൾസ് ഉണ്ട്, പക്ഷെ നമുക്ക് മല്ലിയില, മുളകും കണ്ടിട്ടില്ലല്ലേ, പച്ചമുളകൊന്നും കണ്ടിട്ടില്ല. ഇഞ്ചി ഉണ്ടോ? ഇഞ്ചി ഓർമ്മയില്ല, ചിലപ്പോൾ കാണും. ഇഞ്ചി, മുളക്, അങ്ങനത്തെ സാധനം നമ്മൾ കോസ്കോയിൽ കണ്ടിട്ടില്ല. അപ്പം അതെ, കേടിന് കാര്യം പറഞ്ഞില്ല, എടുത്തും കൊടുത്തു. കേട് വാങ്ങിച്ചിട്ടുണ്ട്. ദഹി, നമ്മുടെ പ്യുവർ ദഹി. അയ്യോ, ഇതും ഫ്രിഡ്ജ് വയ്ക്കണം. കുറേ സാധനങ്ങളുണ്ടല്ലോ മുത്തേ ഫ്രിഡ്ജ് വയ്ക്കാൻ. ഇതിന് 2 വാങ്ങിച്ചു കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ്, ഇതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്, അതെവിടാന്ന് അറിയില്ല. എനിവേ 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പാൻ കേക്കാണ്. ഇതിന് $8 എന്തോ ഉണ്ടായിരുന്നുള്ളൂ. $8 ആണെന്ന് തോന്നുന്നു. 8 പീസസും ഉണ്ട് ഇതിൽ. അപ്പോൾ 3 ഞങ്ങൾ എടുത്തു കേട്ടോ ഇതിൻ്റെ. പിന്നെ ഇത് നമ്മുടെ മഞ്ചൂരിയനാണ്. ഇത് ചിക്കൻ മഞ്ചൂരിയൻ തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, കോളിഫ്ലവർ മഞ്ചൂരിയനാണ്. കോളിഫ്ലവർ. ഓക്കെ, അപ്പം കോളിഫ്ലവർ മഞ്ചൂരിയനാണ് കേട്ടോ ഇത്. ഒരു വെജിറ്റബിളുകളോട് നമ്മുടെ ക്യുക്കമ്പർ വാങ്ങിച്ചിട്ടുണ്ട് 2. ഇത് ടോയ്ലറ്റ് ബ്രഷ് ആണ് കേട്ടോ. ഇതിന് $1.5 എന്തോ ഉണ്ടായിരുന്നുള്ളൂ വോൾമാർട്ടിൽ. ഈ കവറ് കഴിഞ്ഞു. ഈ കവറിലുണ്ടായിരുന്ന സാധനങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത് കവറിൽ നിന്ന് എടുക്കാം. പിന്നുള്ളത് നമ്മുടെ ഷവർ ലൈനറാണ്. ഇതിങ്ങനെ നമ്മൾ ടബിൽ കയറുമ്പോൾ പുറത്ത് വെള്ളം വീഴാണ്ടിരിക്കാനുള്ളൊരു എന്താ പറയുക, പാർട്ടീഷൻ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ മാക്സിമം സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബ്ലാക്ക് കണ്ടുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് എടുത്തു കേട്ടോ. എനിക്ക് 2 പേർക്കും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ മെസ്റ്റപ്പ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളെ കാണിച്ചു തരാനുള്ളൊരു ആഗ്രഹം കാരണം ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾക്ക് ഇന്ന് വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസിൽ ഒരെണ്ണമാണ്. ഭയങ്കര ക്യൂട്ടല്ലേ, ഒന്ന് കണ്ടു നോക്കും ഗൈസ്. ലോണ്ടറിയുടെ ഒരു ബോക്സാണ് കേട്ടോ. ഇതിൽ ഞങ്ങളിപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റെന്താ പറയുക, എന്നാമത്തെ പേരെന്നാമത്തെ ഇതിലിടുന്ന സാധനത്തിൻ്റെ പോഡ്. ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ ഔട്ടാണ്. ഉറക്കമൊന്നും ശരിയായിട്ടില്ല 2-3 ദിവസമായിട്ട്, നമ്മൾ പാക്കിങ്ങും മൂവിങ്ങും ഒക്കെ ആയതുകൊണ്ട്. അപ്പം ഇതിൽ ഇത് തുറക്കുമ്പോൾ ഗായ്സ് കിരണ്ട സാഗര ജംഗമ വസ്തുക്കൾ എന്തോ ഒരു സാധനമാണ്, അതാണ്. ഇതിൽ മൊത്തം ഇതെന്താ മറ്റേ ശരി, ഞാൻ വിചാരിച്ചു ഹോട്ട് വീൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് മൊത്തം 2 ഹോട്ട് വീൽസ് നമ്മൾ ബില്ല് ചെയ്യാൻ നേരത്ത് കിട്ടാതെ കേട്ടോ. ഇല്ലാത്ത സാധനങ്ങൾ ആണ് എപ്പോഴും എടുക്കുന്നത്, കയ്യിലില്ലാത്ത ഹോട്ട് വീൽസ്. അങ്ങനെ ലെഗോയിൻ്റെ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബേക്കിങ്ങിന്റെ ഒരു സാധനമാണ് കേട്ടോ. അതെ, ബേക്കിംഗ് തുടങ്ങാന്നൊക്കെ വിചാരിക്കുന്നു. നമുക്ക് ബേക്ക് ചെയ്യണമെന്ന് പറയുന്നില്ലാണ്, നമ്മൾ ഇതുവരെ ബേക്ക് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ബേക്ക് ചെയ്യാൻ വേണ്ടി ചിക്കൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ചിക്കൻ്റെ തന്നെ വെല്ല് നോക്കിയെടുത്തിട്ടുണ്ട്. ചെയ്ത് തുടങ്ങിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ടോസ്റ്റാണ് കേട്ടോ. 2 സ്ലൈസസും ബ്രെഡ് വെക്കാൻ പറ്റുന്ന ഒരു
ടോസ്റ്ററാണ്. ഇതിന് എത്ര രൂപയായി കാണുമെന്ന് അറിയാമോ? സെയിൽ കിടക്കുന്നുണ്ട്. നമുക്കിത് $9 കിട്ടി ഗൈസ്. 9 പോയിന്റ് എത്രയോ സെൻസിന് കിട്ടി. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് എനിക്ക് ടോസ്റ്റർ വേണം, എനിക്ക് ബ്രെഡും പീനട്ട് ബട്ടറും കൂടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വർക്കിന് മുന്നേ ചിലപ്പം ബ്രെഡ് ഇങ്ങനെ പാനിലിട്ട് മുരിച്ചെടുത്ത് കഴിച്ചിട്ടാണ് പീനട്ട് ബട്ടറൊക്കെ തേച്ച് കഴിച്ചിട്ട് പോകും. ടോസ്റ്റർ ഉണ്ടെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പം എന്തായാലും ഇത് നല്ല ലാഭത്തിൽ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ എടുത്തു. നല്ല ബ്രാൻഡാണെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോ, അങ്ങനെ എടുത്തു. ഇത് ക്ലിയറൻസിലുണ്ടായിരുന്ന ഒരു സാധനമാണ് കേട്ടോ. ഹീറ്ററാണേ. നമുക്ക് ബേസ്മെൻറ്റിൽ തണുപ്പ് തോന്നുവാണെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട്, കാരണം കുളിച്ചിറങ്ങുമ്പോഴത്തേക്കും തണുക്കുമല്ലോ ബേസ്മെൻറ്റിൽ എന്താണെങ്കിലും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. ഇതിന് $39 എന്തായിരുന്നു, $50 എന്തോണം അല്ലാണ്ട് കാണിച്ചത്. നമ്മൾ വേറെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇപ്പോൾ 39 നല്ലൊരു ഡീലാണെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഇതെടുത്തു. അങ്ങനെ ഇത് ഏത് ബ്രാൻഡാണ്? കോൺവിൻ എന്നുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. ഈ ഒരു ഐറ്റം ഇത് ഇങ്ങനെ വരും ഗൈസ്. ഇത് ഓർഗനൈസ് ആയോ? ഈ ഫ്രണ്ടിൽ ഫോട്ടോ ഉണ്ടല്ലോ, ഇങ്ങനെ വരും. ഇത് നമുക്ക് ക്ലോസറ്റ് ഉണ്ട് നമ്മുടെ റൂമിൽ വലുത്. അപ്പോൾ അതിൻ്റെ താഴെ ഡ്രസ്സ് വെച്ച് കഴിഞ്ഞിട്ടുള്ള താഴത്തെ ലെങ്ത് ഉണ്ടല്ലോ, അവിടെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ, നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ ഇതുണ്ടെങ്കിൽ എളുപ്പമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മളല്ലാണ്ട് ഡ്രോയേഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതലും ആമസോണിലും വെയ്ഫെയറിൽ നിന്നുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓൺലൈൻ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കിട്ടാനായിട്ട് എന്തായാലും സമയം എടുക്കും, ഒരാഴ്ച എന്തായാലും എടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും വേണമല്ലോ. അത് വന്നു കഴിഞ്ഞാലും നമുക്കിതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് 2 എണ്ണം വാങ്ങിച്ചു. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് റഗ്സ് ആണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചത്. താങ്ക് യു കൂട്ടാ. ഇനി ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ച റഗ്സ് കാണിച്ചു തരാം. ഇതൊരു മാറ്റാണ്. ഇത് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ഒരു സൈഡിലും പിന്നെ താഴെ നമ്മുടെ വാഷ്റൂമിൻ്റെ ഫ്രണ്ടിൽ ആയിട്ടിടാന്നാണ് വിചാരിക്കുന്നത്. ഇത് 2 എണ്ണം ഞാൻ 2 എണ്ണം കൂടെ കാണിച്ചിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതാണെന്ന്. ഇതിൻ്റെ തന്നെ ഒരെണ്ണവും പിന്നെ ഇതിൻ്റെ തന്നെ ഒരെണ്ണവും കൂടെ, അങ്ങനെ 2 എണ്ണം വെച്ച് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത് ലിവിങ് ഏരിയയിൽ 2 എണ്ണമായിട്ട് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡൈമെൻഷനൊക്കെ മെഷർ ചെയ്താണ് പോയത്, പക്ഷെ അത്രയും നീളമുള്ളത് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടിഷ്ടമായിട്ട് ഞങ്ങൾ ഇത് തന്നെ അങ്ങ് എടുത്തു. ബാക്കി വേണമെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ വേറൊരു ടോയ്ലറ്റ്. ഇത് കാണിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ ഏത് കവറാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഗൈസ്. കണ്ടോ, ഒരു കവർ അങ്ങ് അപ്പുറത്ത് പോയി ഇരിക്കുമായിരുന്നു ഗൈസ്. മൊത്തത്തിൽ ഇങ്ങനെ അലങ്കോലപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഏത് കവറിലായിട്ടോണ്ട് വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതാണ് എനിക്ക് ഫുൾ കൺഫ്യൂഷൻ. എനിവേ ഇത് വേറൊരു ടോയ്ലറ്റ് ബ്രഷാണ്. ഇതിപ്പം തന്നെത്താനെ ചിലതിങ്ങനെ അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ, ഇതിപ്പോൾ ക്ലോഷറുണ്ട്. അത് കണ്ടുകൊണ്ട് ഞങ്ങൾ എടുത്തത് കേട്ടോ. ബ്ലാക്കും കൂടെ ആയതുകൊണ്ട് അങ്ങനെ എടുത്തു. മീഡിയം സൈസിൽ 2 സിപ്പ് ലോക്ക് എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ചിക്കൻ ഒക്കെ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ സിപ്പ് ലോക്കിലാണ് വെക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് എളുപ്പമുണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതങ്ങ് എടുത്താൽ മതി. നമ്മൾ എയർ ഫ്രഷ്നേഴ്സ് ആണ്. 3 for 10 ആയിരുന്നു കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഹവായിയൻ അലോഹ എന്നുള്ള ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏറ്റവും കൂടുതൽ വിറ്റുപോയേക്കുന്നതും ഇതാണ് ഗൈസ്. കാരണം ഭയങ്കര അടിപൊളി മണമാണ്. അതും പെട്ടെന്നൊന്നും പോകത്തില്ല. ഇത് സ്പ്രേ ചെയ്താൽ കുറേ നേരം ആ മണം ഉണ്ടാവും. നമ്മൾ ഗ്രീൻ ലേസ് കഴിച്ചിട്ട് കുറേ നാളായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതെടുത്തത്. പിന്നുള്ളത് ഇൻഡോമിയാണ് ബാച്ചിലേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ എന്താ പറയുക പ്രിയപ്പെട്ട ഒരു ഫുഡ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, യമ്മിയുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങളുടെ കപ്പ് നൂഡിൽസ് തീർന്നു പോയി. നമ്മൾ ഇന്നലെയൊക്കെ മൂവ് ചെയ്ത സമയത്ത് വേറെ ഒന്നും കുക്ക് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അതായിരുന്നു കഴിച്ചത്. അങ്ങനെ അത് തീർന്നു. പിന്നെ ഒരു LED പ്രസ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പ്രസ് ലൈറ്റല്ല, പുഷ് ലൈറ്റ്. പുഷും പ്രസ്സും ഒക്കെ ഒന്നാണ്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലും വാർഡ്രോബിലൊക്കെ വെക്കുന്നത്. ഇതുപോലെ വാർഡ്രോബിൻ്റെ അകത്ത് വെക്കുന്ന ലൈറ്റാണ് കേട്ടോ. നമുക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, എന്നാലും ഒരെണ്ണം എക്സ്ട്രാ വാങ്ങിച്ചേക്കാന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു കേട്ടോ. അടുത്തത് ചോക്ലേറ്റ് ആണ് ഗൈസ്. ഇത് മറ്റേ വേർദേഴ്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ് ആണ്. ഇത് കാരമൽ ആണല്ലേ, കാരമൽ ഫ്ലേവറാണ് കേട്ടോ. പിന്നെ അടുത്തത് ബിരിയാണി പൗഡറാണ് കേട്ടോ. ഇതെന്താ ബിരിയാണി പൗഡറാണോ മിക്സാണോ? ബിരിയാണി മിക്സാണ്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു ഈസ്റ്റർ സ്പെഷ്യൽ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ ഒരു മിക്സ് വാങ്ങിച്ചിട്ടായിരുന്നു ചെയ്തത്. ഇത് വേറെ ബ്രാൻഡിൻ്റെ, ഷാൻ ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെയും ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ കോക്കനട്ട് മിൽക്കിൻ്റെ 2 ക്യാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പല കറികൾക്കും ആവശ്യമാണ്. പ്രത്യേകിച്ച് ചിക്കൻ കറി, ഫിഷ് കറിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പാല് വേണം, കോക്കനട്ട് മിൽക്ക്. അങ്ങനെ 2 എടുത്തു. നാരങ്ങ നീരാണ് കേട്ടോ.
അങ്ങനെ 2 എടുത്തു. ഇത് നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ ഇത് കിട്ടാറില്ല, അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതെന്ന് തോന്നി. കൊളുത്താണ് കേട്ടോ, ഞാൻ ഷവർ ലൈനർ കാണിച്ചെന്നില്ല, അതിൻ്റെ കൊളുത്താണ്. അപ്പോൾ കിരൺ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. താങ്ക് യു. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, ഞാൻ എടുത്താണ്. കിരൺ അത്ര ഇഷ്ടമായിട്ടില്ല, എന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എടുത്തു. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിന്റെ താഴെ ഇതിന് ഹോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബ്രഷ് ഇത് ബ്രഷ് ഹോൾഡർ അല്ലേ, അപ്പം ബ്രഷ് ഹോൾഡറിന് ഹോള് താഴെ ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും വെള്ളം അതിനകത്താണ് നിൽക്കുകയല്ലേ, അത് എവിടെയാ പോകുന്നില്ലല്ലോ. അപ്പൊ എനിവേ ഈ ബ്ലാക്ക് രണ്ടും ഒരു സെറ്റായിട്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്താട്ടത്. അപ്പം വാൾമാർട്ടിൽ സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് കിട്ടുന്നൊരു ഐലുണ്ട്, അപ്പം അവിടെ നിന്ന് എടുത്താട്ടോ. ദോശ മിക്സ് ആണ്, പാൻ കേക്ക് മിക്സ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പാൻ കേക്ക് ആണല്ലോ, നമുക്ക് ദോശ. അപ്പോൾ അത് നമ്മളിതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഇവിടെ പൊടി വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ഇത് കേടും വെള്ളവും മാത്രം മതി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിച്ചു. ഞങ്ങൾ ഫ്രോസൺ ഇഡ്ഡലി വല്ലതും വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചു, പക്ഷേ ഇത് കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ തൽക്കാലം വിചാരിച്ചു. ഫിറ്റഡ് ഡേറ്റ്സ് ആണ് കേട്ടോ, കുറേ പേര് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ്സ് കഴിച്ചിട്ടും കുറേ നാളായി, അങ്ങനെയാണ് ഇത് എടുത്തത്. മൈലോ യോ മൈ തങ്കക്കുട്ടി, അല്ല തങ്കക്കുടം അല്ലേ, യോ മൈ തങ്കക്കുടം, ആ സാധനം എടുത്ത് കിരൺ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ കഴിക്കാറില്ല, കിരണിന് വേണ്ടി വാങ്ങിച്ചത് കേട്ടോ. കിരൺ ഇടയ്ക്ക് മൈലോ പാലിലൊക്കെ ഇട്ട് കുടിക്കായിരുന്നു. നമ്മൾ വാൾമാർട്ടിൽ നിന്നുള്ള സാധനങ്ങൾ ഇത്രയാണ്. നമുക്കിനി ഡോളറാമയിൽ നിന്ന് വാങ്ങിച്ച എന്തൊക്കെ സാധനം നോക്കാം. ഇത്രയും സാധനമാണ് ഡോളറാമയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ട് കാണിച്ചു തരാം, എടുക്കാൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ എഗ് സ്റ്റോറേജ് ആണ്, 12 എഗ്സ് വരെ ഇതിൽ കയറും. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് ചെറുതാ, എത്രയാ, ഒരു 8 or 10 എഗ്സേ കയറത്തുള്ളൂ. അപ്പം ഇത് ഞങ്ങളിങ്ങനെ കണ്ടിട്ടില്ല, ഇത്രയും വലുത് ഡോളറാമയിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്തു, ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കണ്ടില്ലെങ്കിലും എന്ന് വിചാരിച്ച്. അങ്ങനെ നല്ലൊരു സാധനം കേട്ടോ, നല്ല സ്റ്റേഡിയാണ്. അങ്ങനെ ഇത് വീണ്ടും ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. ബോക്സ് അല്ല, അടയ്ക്കാനൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ സാധനങ്ങൾ വെക്കാത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ കൂടുതലും ഉണ്ടായിരുന്നത് ക്ലോത്തിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ മടക്കി വെക്കാം. പക്ഷേ ഇത് കുറച്ച് സ്റ്റേഡി ആയിട്ടുള്ള സാധനമാണെന്ന് തോന്നിയുകൊണ്ട് ഇതെടുത്തു. പിന്നെ ഇത് നമ്മുടെ ഈ ഡിഷ് വാഷിംഗ് സ്പഞ്ച് ഉണ്ടല്ലോ, അത് വെക്കുന്നൊരു ഹോൾഡറാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതുണ്ട്, ഇതിൻ്റെ ഇച്ചിരി കൂടി വലുതുള്ളൂ. നമ്മുടെ പുതിയ വീട്ടിൽ ഇതിൻ്റെ സ്പേസ് ഇച്ചിരി കുറവാണ്, ഈ വെക്കുന്ന ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറുതൊരെണ്ണം വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത കേട്ടോ. ഇത് ഞാൻ കുറച്ച് സാധനങ്ങൾ കിരണ്ട് കൊടുത്തു വിട്ടു കേട്ടോ, കാരണം ടൂ മച്ച് ഓഫ് സാധനങ്ങൾ ഹിയർ, അതുകൊണ്ട്. കാരണം എനിക്കിതിവിടെ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ലൈസോളിൻ്റെ ഒരു ക്ലീനറാണ് കേട്ടോ, മൾട്ടിപർപ്പസ് ക്ലീനറാണ്. അപ്പോൾ ഇത് കിച്ചണിലും വാഷ്റൂമിലൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. ഓക്കെ, അടുത്തത് ഇനി ഒരു അലുമിനിയം ഫോയിലാണ് കേട്ടോ. ഇത് നമുക്ക് ഫോയിൽ ഓൾറെഡി ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ കുറേ യൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പുതിയ ഒരെണ്ണം വേണമായിരുന്നു, അങ്ങനെ ഇത് എടുത്തത് കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ഷെൽഫ് ലൈനർ, വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചപ്പം ഇത്. അടുത്തത് നമ്മുടെ ഷെൽഫ് ലൈനർ. ഞാൻ പറഞ്ഞില്ലേ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് വാൾമാർട്ടിലും ഡോളറാമയിലും. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി ഡിഫറൻസും ഉണ്ട് കേട്ടോ. ഞാൻ സെയിം സാധനം തന്നെ ആയിരിക്കുന്നു, പക്ഷേ ക്വാണ്ടിറ്റി മാത്രമല്ല ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ട്. ഇത് ഇച്ചിരി കൂടി നീളം കൂടിയതാണ്, കാരണം ഇത് ഗരാഷിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു കിരൺ, അങ്ങനെയാണ് ഇതെടുത്തത് കേട്ടോ. ഞാനൊരു 2 ഇതെടുത്തു, എന്താ പറയുക, ടോയ്ലറ്റ് ക്ലീനേഴ്സ് ഉണ്ടല്ലോ, ടോയ്ലറ്റിൻ്റെ അകത്തിടുന്ന സാധനം. അങ്ങനെ ഇത് 2 എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് എന്താ എപ്പോഴും ഇങ്ങനെ ബ്ലൂ ആയിട്ട് ഫ്ലഷ് ചെയ്യുമ്പോൾ ബ്ലൂ ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയാണ് ഞാൻ അതെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ആൻറ്റി സ്ലിപ്പ് കാർപ്പറ്റ് ടേപ്പാണ്. ഇപ്പം ബാത്റൂം കാർപ്പറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതായത് കിട്ടാൻ സമയം എടുക്കുമെങ്കിലും എല്ലാം പറ്റുന്നതൊക്കെ ഞാൻ ഓൺലൈൻ തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ തെന്നി വീഴാണ്ടിരിക്കാൻ വേണ്ടി കിരണെടുത്ത സാധനമായിട്ട് ഇത്. അങ്ങനെ പിന്നെ ഇവിടുന്നും ഭാര്യയോ, എടാ ഡോളറമ്മേന്നും എടുത്തോടാ നീ ഇത് ഹോട്ട് വീൽസ്, എന്താ അല്ലേ, അവിടെ നിന്നും ഭാര്യ ഗൈസ് ഹോട്ട് വീൽസ്. പിന്നെ ഞാനപ്പോൾ ഇന്ന് ചോദിക്കുകയും ചെയ്തു, എങ്ങനെയാണ് കിരൺ ഇത് ഓർത്തിരിക്കുന്നത്, കയ്യിൽ നല്ല കളക്ഷൻ ഉണ്ടല്ലോ, അപ്പം നമുക്ക് മാറിപ്പോത്തില്ല, ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഹോട്ട് വീൽ ആണോ അതോ നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരില്ലേ. എനിക്കാണെങ്കിൽ നല്ല കൺഫ്യൂഷൻ വരും, എനിക്ക് മറവിയും ഉണ്ട്. അപ്പം പക്ഷേ കിരണ് നല്ല ഓർമ്മയാണ് ആ കാര്യമൊക്കെ, കാരണം എൻ്റെ കയ്യിലില്ലാത്ത സാധനമാണ്, ഇതെൻ്റെ കയ്യിലില്ല, ഇത് പുതിയത് വന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ഒരു ട്രാൻസ്പെറൻറ്റ് ഷെൽഫ് ലൈനറും കൂടെ ഞാൻ ഡോളറാമയിൽ എടുത്തായിരുന്നു, അങ്ങനെ അതാണിത്. ഇതിന് എത്രയാ, 3.50 കേട്ടോ. അതായത് നീളം ഉള്ളതുകൊണ്ടാണ് അത്രയും പൈസ. ഇതിൻ്റെ നമ്മൾ വാൾമാർട്ടിലെ പോലത്തെ ചെറിയ ബ്ലാക്ക് ആണെങ്കിൽ $2 താഴെ കണ്ടുള്ളൂ. പിന്നെ കിരണിൻ്റെ മുടി വളർത്തുവാണ് ഇപ്പോൾ കേട്ടോ, നീളം വെക്കുന്നുണ്ട്, വളർത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ വെട്ടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഹെയർ ബാൻഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കിരൺ എടുത്ത കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയില്ല, എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ
ഇതെന്താ ഇത്? അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അവിടെ വാഷ്റൂമില്ല, അവിടെ നിന്നുകൊണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് പറയുന്നത്. എങ്ങനെയാണോ നീ ഇത് കേൾക്കുന്നത്? എന്ത് ചെയ്യാ? ഇത് കിരൺ എടുത്ത കേട്ടോ. ഇത് നമ്മുടെ സ്റ്റീൽ നൈഫാണ്. അനിയനൊക്കെ ചോപ്പ് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിയില്ലേ, അതിന് വേണ്ടിയിട്ട് കിരൺ വാങ്ങിച്ചതാ. അപ്പം ഇങ്ങനത്തെ കാര്യം കിരണിന് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിക്കാനായിട്ട്. ഇങ്ങനെ എന്നാ വെറൈറ്റി ഐറ്റംസ് കിരണിന് ഭയങ്കര ഇഷ്ടം. ഞാനും ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളതല്ല നമ്മുടെ സോളാർ ലൈറ്റ്സ് ആണ് ഗൈസ്. ഒരു 8 എണ്ണം വാങ്ങിച്ചായിരുന്നു. 8 എണ്ണം ഉണ്ടോ? 8 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ സമ്മറിലോട്ട് കടക്കുകയാണല്ലോ നമ്മൾ. ഇന്നൊക്കെ 18 എന്തോ ഉണ്ടായിരുന്നു പുറത്ത്, 18 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ തണുപ്പേ ഫീൽ ചെയ്തില്ല. ഞങ്ങൾ ജാക്കറ്റ് ഇടാറേ ഇല്ല, കൊണ്ടുപോകും എന്നല്ലാണ്ട് ഇടാറേ ഇല്ല. ഇത് കാറിൽ കിടന്നുകൊണ്ട് തന്നെ തുറന്നു വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണോ ഉപകരണം തുറന്നു വന്നു കേട്ടോ. മറ്റേ ഈ ലൈറ്റ് ഇങ്ങനെയായിരുന്നു ഗൈസ്. എല്ലാം മുത്തേ കറക്റ്റായി തിരിച്ചാണ് വെച്ച് ഗൈസ്. നമുക്ക് മഞ്ഞെല്ലാം പോയതുകൊണ്ട് ഇത് തറയിൽ ഇങ്ങനെ ചുമ്മാ മണ്ണിൽ ഇങ്ങനെ കുത്തി വെക്കാം. അപ്പം രാത്രി ആകുമ്പോഴത്തേക്കും നമ്മൾ സോളാർ വെളിച്ചത്തിൽ നമുക്ക് അവിടെ കൊണ്ട് നടക്കാം. ഇങ്ങനെ സോളാർ ലൈറ്റ്സ്. നല്ല പൊടിയുണ്ടെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ ഇന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഡോളറാമയിൽ നിന്നും വാൾമാർട്ടിൽ നിന്നുള്ള സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അതാണ് അവസ്ഥ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഹോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലത്തെ ഹോൾ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസ് കാണാൻ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സൈഡിലുള്ള മറ്റേ ബെൽ ബട്ടൺ കുത്തിപ്പൊട്ടിക്കാൻ മറക്കരുത്. സോ ദാറ്റ് ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ ഉള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി. ഞാൻ എല്ലാ മെസ്സേജസും മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.